മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മെഹർ മന്തിക്കട പുറത്തിറക്കിയ വിഷു ആഘോഷത്തെ അപമാനിച്ച പോസ്റ്ററിനെതിരെ ഉണ്ണി മുകുന്ദൻ തന്റെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം അങ്ങനെ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതല്ല, മറിച്ച് അദ്ദേഹത്തിന് ആളുകൾ ചൊറിഞ്ഞു എന്നാണ് തോന്നുന്നത്. കാരണം മറ്റൊന്നല്ല, അദ്ദേഹത്തിന് വന്നൊരു ഇൻബോക്സിൽ ഒരു മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടും അവിടെ കൊടുക്കുന്നുണ്ട്. ആ മെസ്സേജിൽ ഇത്തരത്തിലാണ് കാണാൻ സാധിക്കുന്നത്. ആരാണ് അയച്ചത് എന്നൊന്നും കൊടുത്തിട്ടില്ല. എനിക്ക് അതൊരു വിഷു പോസ്റ്റർ ആയിട്ട് തോന്നി. ഇത് ഇത്ര വലിയ പ്രശ്നമാക്കുന്ന കണ്ടപ്പോഴാണ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ തോന്നിയത് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്. അതവിടെ സ്ക്രീൻഷോട്ട് കൊടുത്താണ് വ്യക്തമായിട്ട് തന്റെ നിലപാട് ഉണ്ണി മുകുന്ദൻ പ്രഖ്യാപിച്ചത്. അദ്ദേഹം ഇത്തരത്തിലാണ് പറഞ്ഞത്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇത്തരം മോശം പ്രവൃത്തികൾ ഞാൻ കാണാത്തതിന്റെ കാരണം നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോഴെല്ലാം ഇത്തരം ഹീനമായ പ്രവൃത്തികൾ സാധാരണമായി തോന്നാറുണ്ട് എന്നതാണ്. ഇതെല്ലാം നിസ്സാരമായി എടുക്കാൻ എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരോടും നിങ്ങൾ പിന്മാറണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്റെ വിശ്വാസങ്ങളെ കുറിച്ചുള്ള തമാശകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധാരണ സിനിമക്കാരനല്ല ഞാൻ. എല്ലാ മതവികാരങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നതിനാൽ നിങ്ങൾ എന്റേതിനെയും ബഹുമാനിക്കണം. എല്ലാ മര്യാദകളിലും മതേതരമായി തുടരുക. അത് ചെയ്യരുത് എന്നാൽ അത് ചെയ്യരുത് എന്നാണ് അർത്ഥമാക്കുന്നത്. വിശദീകരണങ്ങൾ ആവശ്യമില്ല. വെറും ഒരു വിഷു പോസ്റ്റർ ആയിട്ട് തോന്നുന്നില്ല. ഉണ്ണി മുകുന്ദൻ തന്റെ നിലപാട് പ്രഖ്യാപിച്ചു. ഇതുപോലെ ആളുകൾ രംഗത്തെത്തി അങ്ങ് പ്രതികരിച്ചാല് ഉടാപ്പി ജിഹാദി മൈൻഡ് സെറ്റുമായിട്ട് നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ നടക്കുന്നവരെ കണ്ടവയങ്ങ് ഓടിക്കോളൂ. ഇത് മാത്രല്ല, മറ്റൊരു സ്റ്റോറിയും കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇത്തരത്തിലാണ് പറയുന്നത്: എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. വിശ്വാസികളായ ആളുകളുടെ വികാരങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കൂ. മെഹർ മന്തിക്കട ചെയ്തിട്ടുള്ള പോസ്റ്റർ വെച്ചുകൊണ്ട് ശക്തമായ ഭാഷയിലാണ് ഉണ്ണി മുകുന്ദൻ പ്രതികരിച്ചിട്ടുള്ളത്. ഞാൻ സിനിമാക്കാരനാണ്, ഞാൻ ഇതിനൊന്നും പ്രതികരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് പോലെയുള്ള ഒരാളല്ല ഉണ്ണി മുകുന്ദൻ. പറയാനുള്ളത് തന്നെ ചൊറിഞ്ഞാൽ പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു തന്നെ മുന്നോട്ട് പോകും. ആളുകൾ ചൊറിഞ്ഞിട്ട് തന്നെ ഇൻബോക്സിലേക്ക് വന്നൊരു മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടും അവിടെ കൊടുക്കുന്നുണ്ട്. അതേ കൃത്യമായ ചുട്ട മറുപടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്റേതും നിങ്ങൾ ബഹുമാനിക്കണം എന്ന് തന്നെയാ അദ്ദേഹം പ്രഖ്യാപിച്ചത്. അത് തന്നെയാണ് 1000 വട്ടം ശരിയുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഇതുപോലെ നിലപാട് പ്രഖ്യാപിച്ചാൽ തീരാവുന്ന പ്രശ്നേ നമ്മുടെ നാട്ടിൽ നിലവിലുള്ളൂ. നമ്മുടെ നാടിപ്പം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഒരുപാട് ആളുകൾ ഇപ്പോഴും സുഡാപ്പി ജിഹാദി മൈൻഡ് സെറ്റുമായിട്ട് നടക്കുന്ന ആളുകൾ പല രീതിയിലാണ് ഇപ്പോ ഈ വിഷു പോസ്റ്ററിനെയും ന്യായീകരിച്ച് രംഗത്തെത്തിയിട്ടുള്ളത്. പല രീതിയിൽ അത്തരം ഒരു ഉദാഹരണം ഞാനിവിടെ കൊടുക്കാം. ഇത്തരം ഈ ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമില്ലേ, മെഹർ മന്തിക്കടയുടെ ഓണർ ചെറ്റത്തരം ചെയ്തു, ഊളത്തരം ചെയ്തു, നെറികേട് ചെയ്തു, പച്ചവർഗീയത കാണിച്ചു. കാരണം മറ്റു മതങ്ങളുടെ സ്വന്തം മതവുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസത്തിന് ഒരു കോട്ടം ചെയ്യുന്നതോ ഇന്നേ വരെ ചെയ്തിട്ടില്ല. പക്ഷെ മറ്റൊരു മതത്തെ അപമാനിക്കുന്നത് ഊളത്തരം തന്നെയാ, അത് വർഗീയത തന്നെയാ. അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത തന്നെയാ. ഇതിന് കേരള പോലീസ് നിയമ നടപടികൾ, ഈ നാട്ടിലെ നിയമ നടപടികൾ ശക്തമായിട്ട് ഈ മെഹർ മന്തിക്കടയുടെ ഓണർക്കെതിരെ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ എടുക്കട്ടെ. അന്വേഷണങ്ങളൊക്കെ തന്നെ നടക്കട്ടെ. അത് മനഃപൂർവ്വമാണോ മനഃപൂർവ്വമല്ലേ ഇതൊക്കെ തന്നെ ഇതൊന്നും നിഷ്കളങ്കമാണ് എന്നൊരാളും പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് ആളുകൾ ഒരു പ്ലാൻ ചെയ്തു വെച്ചതുപോലെ ഇതിനെ ന്യായീകരിക്കാൻ ന്യായീകരിക്കാം. പല രീതിയിലാണ് ന്യായീകരണങ്ങളൊക്കെ വരുന്നത്. ഞാനൊരു ഉദാഹരണം ഇവിടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ആബിദ് അടിവാരം എന്ന് പറയുന്നൊരു സുഡാപ്പിയാണ് ഈ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. മുമ്പൊക്കെ കടകളിൽ പത്രങ്ങൾ ഇടുമായിരുന്നു. കച്ചവടക്കാർ എല്ലാവരും പത്രം വായിക്കുന്നവരും ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ളവരുമായിരുന്നു. ഇപ്പോൾ കച്ചവടക്കാർക്കും ലോകവിവരം കുറയുന്നുണ്ട്. കാലം മാറിയത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലാത്തവർക്ക് ഇനി ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് മാത്രമല്ല, അവർ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കോ? അല്ല, എത്ര കാലം മാറിയിട്ടും സ്വന്തം മതവിശ്വാസത്തെ അപമാനിച്ചിട്ട് ഈ പറയുന്ന മെഹർ മന്തിക്കടയുടെ ഓണറൊന്നും ഇന്നേ വരെ ഒരു പോസ്റ്ററും തന്റെ കടയുടെ പേരിലൊന്നും ഇറക്കിയിട്ടില്ലല്ലോ. അവ കാലം മാറിയിട്ട് ഇതൊക്കെ എങ്ങനെയാണ് എന്നൊന്ന് ടെസ്റ്റ് അടിക്കാനാണ് ഇതൊക്കെ ഇതൊന്നും ഇത് പല രീതി. കാലം പത്രം വായിക്കാത്തത് കൊണ്ട് ഇത് ഈ കഴിഞ്ഞ
കൊല്ലണ്ടായതുപോലെയൊക്കെ ഈ അടിവാരം വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത്. ജിഹാദികൾ പല രീതിയിലാണ് ന്യായീകരിക്കുന്നത്. ഇതൊക്കെ പോക്കറ്റിൽ അങ്ങ് വെച്ചാൽ മതി. സുഡാപ്പികളുടെ പോക്കറ്റില് 4 മടക്കി അങ്ങ് വെച്ചാൽ മതി. പത്രമായി ലോക ഈ കഴിഞ്ഞ കൊല്ലല്ല വിഷു ഉണ്ടായത്. സ്വന്തം മതത്തിനെ അപമാനിച്ച ഒരു പോസ്റ്റർ ഇതേ ഇറക്കിയില്ല. അതുകൊണ്ട് മറ്റൊരു മതത്തിന്റെ അപമാനിച്ചൊരു പോസ്റ്റർ വരുമ്പോ അത് കാലം മാറിയതുകൊണ്ട് പത്രം നാണവും ഉളുപ്പില്ലേ വരുന്നു. തുടർന്ന് നോക്കാം. ഭഗവത്ഗീതയും കുറെ ഞാൻ വായിക്കുന്നില്ല എന്ന പേരിൽ ഒരു നോവൽ ഇറങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ ഇന്നാണെങ്കിലോ പോലീസ് കേസെടുക്കും എന്നു മാത്രമല്ല സംഘികൾ തെരുവിലിട്ട് ആക്രമിക്കും. രാമായണത്തിലെ കഥാപാത്രങ്ങളായ രാമനും സീതയും മുതൽ ഇന്ത്യയിലെ ബ്രാഹ്മണർ വരെ മാംസം കഴിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലാത്ത ഒരു കാലത്ത് മന്തിയിലേക്ക് നോക്കിയിരിക്കുന്ന കൃഷ്ണനെ കാണിച്ചാൽ പ്രശ്നമുണ്ടാകില്ല. പക്ഷേ ഇത് കാലം വേറെയാണ്. മനുഷ്യന്റെ ഉടലും ആനയുടെ തലയുമുള്ള കഥാപാത്രമായ ഗണപതി മിത്താണി എന്ന് പറഞ്ഞ സ്പീക്കർക്ക് കിട്ടിയ പണി ഓർക്കുന്നില്ല. അതായത് ഇതുപോലും ഒരു അവസരമാക്കിയിട്ട് മറ്റു മതത്തെ എങ്ങനെ അപമാനിക്കുക എന്നുള്ളതിൽ ഗവേഷണമാണ് ഈ ആബിദ് അടിവാരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നല്ലേ ഈ പോസ്റ്റ് ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയും. നമ്മുടെ നാടിന്റെ അപകടം. ഒരുത്തരൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തതിനെ ന്യായീകരിക്കാൻ ഇറങ്ങുന്ന ഇത്തരം സുഡാപ്പികളും ജിഹാദികളുമാണ് നമ്മുടെ നാടിന്റെ അപകടം. എത്ര നെറുകേടാ ഇവരൊക്കെ ഈ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് ആളുകളിലേക്ക് എത്തുന്നത്. ഇവർ ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ടല്ലോ, ഈ കാലം ആ കാലം എന്നൊക്കെ. ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ കൈവെട്ടിയ കേരളല്ലത്. ആരാ ഈ ചോദ്യം ചോദിച്ചത്? എന്തിനാ ഈ ചോദ്യം ചോദിച്ചത്? എന്താ ചോദ്യം ചോദിച്ചത്? ഇതൊക്കെ കേരളം ഒരുപാട് ചർച്ച ചെയ്തതല്ലേ. ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ കൈവെട്ടിയ ടീമായി ഇപ്പൊ ഇതിന് ന്യായീകരിക്കാൻ രംഗത്തെത്തുന്നത്. ഇത് സകല മലയാളികളും വിവേകത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിനെ ന്യായീകരിക്കാനല്ലേ പല വിഷയങ്ങളും എടുത്തു കൊണ്ടുവന്ന് ഇതിങ്ങനെ ചോദ്യം ചോദിച്ചാൽ വേണമെങ്കിൽ എന്തും ചെയ്യും. പക്ഷെ ഇതെന്തുകൊണ്ടാണ് ഈ ജിഹാദി സുഡാപ്പികൾ അങ്ങ് തള്ളാത്തത്? ന്യായീകരിക്കല്ലേ. അപ്പോഴാണല്ലേ ഇതൊരു പ്ലാൻ ചെയ്തതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. തുടർന്ന് നോക്കാം. മതവികാരം എളുപ്പത്തിൽ വ്രണപ്പെടുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് എന്ന ബോധമില്ലാത്തവൻ മന്തിക്കച്ചവടത്തിന്റെ നോട്ടീസ് അടിച്ചാൽ അവനും നാടിനും അത് വിനയാകും. ചില ആളുകളുണ്ട് പ്രത്യേകതരം ന്യായീകരിക്കല. ഈ കാലത്താണോ മലബാർ കലാപം നടന്നത്? ഈ കാലത്താണോ മാറാട് കലാപം നടന്നത്? ഈ കാലം വളരെ സുന്ദരാണ്. ഈ കാലം വളരെ വളരെ നല്ല രീതിയിൽ ഐക്യത്തോടു കൂടി മുന്നോട്ട് വന്നൊരു ഒരു കാലം തന്നെയാ. ഈ നാട്ടിലെ ഈ കാലത്തിന്റെ ഇപ്പോഴുള്ള ഒരു പ്രശ്നം സുഡാപ്പിസവും ജിഹാദിസവും തലക്ക് പിടിച്ച കുറച്ച് എണ്ണ അധികമുണ്ട്. ഈ ഒരു വിഷു പോസ്റ്ററിനെതിരെ ഒരു പോസ്റ്റർ വന്നാൽ അത് ഒറ്റക്കെട്ടായിട്ട് തള്ളുന്നതിന് പകരം അവരെ ന്യായീകരിക്കാൻ ഇറങ്ങുന്ന കുറച്ച് നിറികെട്ടവന്മാരുണ്ട് നമ്മുടെ നാട്ടില്. അത് മാത്രമേ ഇപ്പൊ നാടിന്റെ വശമുള്ളൂ. മുഖം മൂടിയിട്ട് വരുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. ഏത് മതത്തിലാ മുഖം മൂടിയിട്ട് നടക്കണം എന്നുള്ളത്? ഞാനും ഈ പറയുന്ന വിശ്വാസമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാ, മുസൽമാനായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാ. മുഖം മൂടി നടക്കലൊന്നും ഒരു നിർബന്ധമുള്ള കാര്യമില്ല. പക്ഷെ അത്തരം ആളുകൾ പോലും അധികരിക്കുന്നത് ജിഹാദിസം സുഡാപ്പിസം തലയിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടാൻ. അത്തരം ആളുകളെ നമ്മുടെ നാട്ടിൽ ഈ കാലത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അല്ലാതെ ഈ കാലത്ത് ഒരു പ്രശ്നമില്ല. ഇത്തരം ഒരു വിഷയം വരുമ്പോ അതിനെ ന്യായീകരിക്കാൻ ഈ കാലമായതുകൊണ്ട് ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കുക. അത്തരം ആളുകളെയൊക്കെ പുച്ഛിച്ച് തള്ളണം. തുടർന്ന് നോക്കാം. ചുമരെഴുതുന്ന കൗമാരക്കാരായ വിദ്യാർത്ഥികളെ ആക്രമിച്ച സംഘികൾക്കെതിരെ പരാതി കൊടുത്തിട്ടും കേസെടുക്കാത്ത കേരള പോലീസിൽ നിന്ന് നിമിഷങ്ങൾക്കകം പട്ടും വളയും കിട്ടിയപ്പോയെങ്കിലും മന്തിക്കാരന് ബോധം വെച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും. എന്തിനാണ് മറ്റൊരു വിഷയത്തെ എടുത്ത് ഇതിലേക്ക് ഉപമിക്കുന്നത്? അതിന് പരാതി കൊടുത്താൽ പോലെ തെളിവുണ്ടെങ്കിൽ കേസെടുക്കൂലേ? ഇത് തെളിവുണ്ടായതുകൊണ്ട് കേസെടുത്തു. സകലതിലും വർഗീയത കുത്തിക്കരുത്. ഇത്തരം ആളുകളാണ് നാടിന്റെ അപ്പോൾ എന്തുകൊണ്ടാ ഈ മെഹർ മന്തിക്കടയുടെ ആളെ അങ്ങ് അപ്പാടെ തള്ളാത്തത്? ഇങ്ങനെ ന്യായീകരിക്കുന്നത് ഇവരല്ലേ നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. തുടർന്ന് നോക്കാം. ഓണത്തിനും ക്രിസ്മസിനും പെരുന്നാളിനും വിഷുവിനും ആശംസ നേരാതിരുന്നാൽ നിങ്ങളോട് ആരും ചോദിക്കാൻ വരില്ല. പക്ഷെ മറ്റുള്ളവർക്ക് പരോക്ഷമായെങ്കിലും പരിഹാസം തോന്നുന്ന പരസ്യങ്ങളും വാക്കുകളും പ്രവൃത്തികളും ഒഴിവാക്കേണ്ടത് അവനവരും സമൂഹത്തിനും നല്ലതാണെന്ന് എല്ലാ മന്തിയേതര കച്ചവടക്കാരും മനസ്സിലാക്കി വെക്കുക. അതായത് ജിഹാദിസം വലിയ രീതിയിൽ അടിച്ചേൽപ്പിച്ചത് നിങ്ങൾ കണ്ടില്ല. ഏറ്റവും ഒടുവിലേക്കായിട്ട് ഒരു ആഘോഷം ആഘോഷിക്കേണ്ടതില്ല, അങ്ങനെയാണോ പറയേണ്ടത്? ഇതെന്താ ഓണം ആഘോഷിക്കരുത്, ക്രിസ്മസ് ആഘോഷിക്കരുത്, വിഷു ആഘോഷിക്കരുത് എന്ന് പറയുന്ന ആളുകൾ ഇപ്പൊ ഉണ്ടല്ലോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നപ്പോഴേക്ക് ആ ജിഹാദിസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക ഈ കാരണം ഉയർത്തിയിട്ട്. ഇതാണോ യഥാർത്ഥത്തിൽ പറയേണ്ടത്? ഇത്തരം അപമാനിക്കുന്നത് ദണ്ഡിത്തരമാണ്. കാലം ഇത്രയുമായിട്ട് ഇന്നേ വരെ വിഷുവിനെതിരെ ഒന്നും ആരെയും അപമാനിച്ച് ഇവിടെ ഒരു പോസ്റ്ററായിട്ട് രംഗത്തെത്തിയില്ല. പക്ഷെ ഒരു
മെഹർ മന്തിക്കടയുടെ ഓർഡറൊക്കെ ഇങ്ങനെ അറിയാലോ, ഒരാളല്ല, ചില ആളുകളൊക്കെ പോസ്റ്റർ കാണുന്നുണ്ട്. അത്തരം ആളുകൾ ഇപ്പൊ കൂട്ടത്തോടെ പ്ലാൻ ചെയ്തിട്ട് രംഗത്തിറങ്ങുന്നതിന് മാത്രമല്ലേ ഈ ഐക്യത്തിന്റെ ഭാഗ ആശംസ അറിയിക്കലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പക്ഷെ ഇത് ആഘോഷിക്കാനേ പാടില്ല എന്ന ജിഹാദിസം ഇവർ ഇതിലൂടെ ഒളിച്ചു ചേർത്തിട്ടുണ്ട്. പല നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ജിഹാദിസം സുഡാപ്പിസം ഒക്കെ തലക്ക് പിടിച്ച കുറച്ച് ആളുകൾ അധികരിച്ചിട്ടുണ്ട് നമ്മുടെ കേരളം. അല്ലാതെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഐക്യവും സമാധാനവും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഈ സുഡാപ്പിസം ജിഹാദിസം തലക്ക് പിടിച്ച ആളുകൾ ഇപ്പൊ അധികരിച്ചു. അതാണ് നമ്മുടെ നാട് നേരിടുന്ന ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അതിന് നമ്മൾ മലയാളികൾ മതഭേദമന്യേ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇത്തരം ആളുകളെ സകലത്തിനെയും അപമാനിക്കാനും വിഷുവിനെ പോലും അപമാനിക്കാനും ശ്രമിക്കുന്ന ആളുകളെ അങ്ങ് ഒറ്റക്കെട്ടായിട്ട് എതിർത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അത് ഈ സുഡാപ്പികളും ജിഹാദികളൊക്കെ ഇവിടെ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാകും. അവരെയും ഒറ്റക്കെട്ടായിട്ട് പുച്ഛിച്ച് തള്ളുക.